എല്ലാവർക്കും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇന്ന് നടന്ന കാറ്റഗറി 1 എക്സാമിലെ ഒന്നാമത്തെ കാറ്റഗറിയിലെ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് 2 മലയാളത്തിലെ 91 മുതൽ 120 വരെയുള്ള 30 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ആൽഫ കോഡ് ബി ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ മലയാളം എനിക്ക് തോന്നുന്നത് അത്യാവശ്യം കുറച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. നോക്കിയപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. പിന്നെ നമ്മൾ ഈ പദശുദ്ധിയായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പദശുദ്ധി നേരിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് ഈ പദശുദ്ധി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സന്ധികളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് നാളെ എക്സാമിന് പോകുന്നവർ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പാരഗ്രാഫ് ആണ്. എനിക്ക് തോന്നുന്നു പാരഗ്രാഫിന് 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടാവും. കാരണം വായിക്കുമ്പോൾ തന്നെ കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചിട്ട് പിന്നെ പാരഗ്രാഫ് വായിക്കാൻ വരുന്നവരാണെങ്കിൽ വളരെ പെട്ടെന്ന് ആൻസർ കിട്ടുമായിരുന്നു. ഞാൻ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല, എന്നിരുന്നാൽ പോലും ഒന്ന് പാരഗ്രാഫ് പെട്ടെന്ന് വായിച്ചു പോകാം. അറിവ് മനുഷ്യനെ വിമോചിപ്പിക്കുന്നു എന്ന ജ്ഞാനോദയ സങ്കല്പങ്ങളുടെ പരാജയ ഭൂമികയാണ് ആനന്ദിന്റെ നോവലുകൾ. മുതലാളിത്ത സമൂഹത്തിൽ അധ്വാനം മനുഷ്യന് അന്യമായി തീരുന്ന സാഹചര്യം ധനതത്വശാസ്ത്ര തത്വശാസ്ത്ര കുറിപ്പുകളിൽ മാർക്സ് ചിത്രീകരിക്കുന്നുണ്ട്. വിദ്യ മനുഷ്യന് അന്യമായി തീർന്ന് അവനെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് വ്യാസനും വിഘ്നേശ്വരനും എന്ന നോവലിൽ ആനന്ദ് ചർച്ച ചെയ്യുന്നുണ്ട്. ഏകലവ്യനും അഭിമന്യുവും ഉദാഹരണങ്ങളാകുന്നു. വെളിച്ചം ദുഃഖമായി തീരുന്ന ഭീഷണമായ ചരിത്ര സന്ധികളെ ഇതര നോവലുകളിലും ആനന്ദ് അവതരിപ്പിക്കുന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഒരു മെട്രോപൊളിറ്റൻ നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖമില്ലാത്ത ആൾക്കൂട്ടം മാത്രമായി സമൂഹം ഒടുങ്ങുന്ന ഭീകരമായ അന്യവൽക്കരണം ചിത്രീകരിച്ചുകൊണ്ടാണ് ആദ്യ നോവലായ ആൾക്കൂട്ടം ആനന്ദ് അവസാനിപ്പിക്കുന്നത്. കൃത്യമായ ആ ചരിത്രഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ജോസഫ്, സുന്ദർ, പ്രേം, രാധ തുടങ്ങിയ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് അവിടെ ആഖ്യാനം മുന്നേറുന്നത്. അഭയാർത്ഥികൾ, മരുഭൂമികൾ ഉണ്ടാകുന്നത്, വ്യാസനും വിഘ്നേശ്വരനും, അപഹരിക്കപ്പെട്ട ദൈവങ്ങൾ എന്നിവയിലും ചരിത്ര പശ്ചാത്തലമുണ്ടെങ്കിലും വിവിധ ദേശകാല അവസ്ഥകളെ നൈതികത, സ്വാതന്ത്ര്യം എന്നീ സങ്കല്പങ്ങൾ എങ്ങനെ മാറിമറിയുന്നു എന്നും മനുഷ്യാവസ്ഥ അവിടെയെല്ലാം എങ്ങനെ ഒരേപോലെ പീഡനത്തിൽ സ്ഥിതമാകുന്നു എന്നുമാണ് അന്വേഷിക്കപ്പെടുന്നത്. ചരിത്രഘട്ടങ്ങളുടെ ആപേക്ഷികത ഒരു മിഥ്യയാണെന്നതും പിന്നെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനായുള്ള മനുഷ്യന്റെ അതിജീവന ശ്രമങ്ങൾ നിരർത്ഥമാണെന്നും ആവർത്തിക്കുന്ന സന്ദേശം ആനന്ദിന്റെ രചനകളിലുണ്ട്. ഇതാണ് പാരഗ്രാഫ്. ഞാൻ സ്പീഡിൽ വായിക്കാൻ കാരണം എന്ന് വെച്ചാൽ എക്സാം എഴുതിയവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡിസ്കഷന് താല്പര്യം ഉണ്ടാവില്ല. പെട്ടെന്ന് ആൻസർ ചെക്ക് ചെയ്യുക, ഒന്ന് വെരിഫൈ ചെയ്യുക മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നോക്കാം. ബാക്കിയുള്ളവരൊന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഇത് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യ മനുഷ്യനെ അന്യമായി തീർന്ന് അവനെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആനന്ദിന്റെ നോവൽ ഏതാണ്? ഓക്കെ, വിദ്യ മനുഷ്യന് അന്യമായി തീരുന്ന അവനെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആനന്ദിന്റെ നോവൽ അല്ലേ? ഇതാ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ ജസ്റ്റ് ലൈനിട്ട് വെച്ചതാ. വിദ്യ മനുഷ്യൻ അന്യമായി തീരുന്ന അവനെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് വ്യാസനും വിഘ്നേശ്വരനും എന്ന നോവലിൽ ആനന്ദ് പറയുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലെ, പ്രതിപാദിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം ഏതാണ് ആൻസർ. ഓപ്ഷൻ എ ആയിട്ടുള്ള വ്യാസനും വിഘ്നേശ്വരനും എന്ന് പറയുന്ന നോവലാണെന്ന് കിട്ടിയിട്ടുണ്ട്. 1A ഒന്നാമത്തെ ആൻസർ. 91 ക്വസ്റ്റ്യൻ നമ്പർ 91 ആൻസർ എ ആണ്. അടുത്തത്, ആനന്ദിന്റെ രചനകളിൽ ആവർത്തിക്കുന്ന സന്ദേശം എന്താണ്? ആനന്ദിന്റെ രചനകളിൽ ആവർത്തിക്കുന്ന സന്ദേശം എന്താണ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലെ. സന്ദേശം എന്താണ് നോക്കാം. ചരിത്രഘട്ടങ്ങളുടെ ആപേക്ഷികത ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യന്റെ അതിജീവന ശ്രമങ്ങൾ എല്ലായ്പ്പോഴും ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നു. പിന്നെയോ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനായുള്ള മനുഷ്യന്റെ അതിജീവന ശ്രമങ്ങൾ അല്ലെ നിരർത്ഥകമാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാൻ പറ്റും? കൃത്യമായിട്ട് പറഞ്ഞാൽ അത് തന്നെയാണ് ആൻസർ. ഇതാ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുക, സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനായുള്ള മനുഷ്യന്റെ അതിജീവന ശ്രമങ്ങൾ നിരർത്ഥകമാണെന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആൻസർ നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, 92ന്റെ ആൻസർ സി ആണ് എന്നുള്ള കാര്യം മനസ്സിലായി. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, അതായത് 93rd ക്വസ്റ്റ്യൻ, ആൾക്കൂട്ടം എന്ന നോവലിന് യോജിക്കാത്ത പ്രസ്താവന ഏത്? ആൾക്കൂട്ടം എന്ന നോവലിന് യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത്. യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത്. ഞാൻ എല്ലാം വായിക്കുന്നില്ല. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏകലവ്യനും അഭിമന്യുവും കഥാപാത്രങ്ങളായി വരുന്നു എന്നാണ്. ബാക്കിയൊക്കെ നിങ്ങൾ ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ കിട്ടും. ഇതെല്ലാം ഇതിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ്. ഇതെന്തല്ല അതിൽ കഥാപാത്രമായി വരുന്നില്ല. ഓക്കെ, അടുത്തത് 94ാമത്തെ ചോദ്യം, ജോസഫ്, സുന്ദർ, പ്രേം, രാധ എന്നീ കഥാപാത്രങ്ങളുള്ള ആനന്ദിന്റെ കൃതി ഏതാണ്? അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ ജോസഫ് അല്ലെ. ഇതാ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ജോസഫ്, സുന്ദർ, പ്രേം ഇവരൊക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ആനന്ദിന്റെ കഥയാണ് ഏത്? ആൾക്കൂട്ടം അല്ലെ. ആൾക്കൂട്ടം അല്ലെ. ചരിത്രഘട്ടത്തിന് തുടങ്ങിയ കഥാപാത്രം കേന്ദ്രീകരിച്ചാണ് അവിടെ ആഖ്യാനം മുന്നേറുന്നത്. ഏതിനെ കുറിച്ചാണ് പറയുന്നത്? ആൾക്കൂട്ടം എന്ന് പറയുന്ന നോവലിനെ കുറിച്ചാണ്. ക്ലിയർ? വായിച്ചാൽ മനസ്സിലാവും. ആൾക്കൂട്ടം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത 95ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ആനന്ദിന്റെ നോവലുകളുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? ആനന്ദിന്റെ നോവലുകളുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചത്. ആനന്ദിന്റെ നോവലുകളുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ, കൃത്യമായിട്ട് വായിച്ചു നോക്കിയേ. ഏതാണ് വരുക?
കറക്റ്റായിട്ട് ആൻസർ നമ്മൾ നോക്കിയാൽ ഓപ്ഷൻ എ, വെളിച്ചം ദുഃഖമായി തീരുന്ന ഭീഷണമായ ചരിത്ര സന്ധികളെ ആവിഷ്കരിക്കുന്നു. അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, എല്ലാം ഞാൻ വായിക്കുന്നില്ല. നമുക്ക് ആൻസറായിട്ട് ഇവിടെ പറയാൻ പറ്റുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരും കേട്ടോ, ലാസ്റ്റാണ്. മുതലാളിത്ത സമൂഹത്തിൽ അധ്വാനം മനുഷ്യനെ വളർച്ചയിലേക്ക് നയിക്കുന്നതിനെ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുമോ. ക്ലിയർ. അടുത്തത് 96ാമത്തെ ചോദ്യം. അത് ഇവിടെ ഒരു കവിതയാണ് തന്നിട്ടുള്ളത് കേട്ടോ, കവിതയാണ് തന്നിട്ടുള്ളത്. കവിത വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇതൊന്ന് ചിന്തിക്കേണ്ടതായിട്ട് വന്നേക്കാം. ഒരു പക്ഷേ പാരഗ്രാഫ് പോലെ അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല ഇത് പലർക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക. ഒന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുണ്ടാവുക. ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളൊന്ന് കവിത വായിച്ചു നോക്കണേ, ഞാൻ വായിക്കുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ ഇതാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എത്ര ശപിക്കപ്പെട്ടതായാലും സമൂഹത്തിന് നിവാരണം ചെയ്യാൻ ഞെരുക്കമുള്ളത് എന്താണ്? ഉഴുതുമറിച്ചിട്ട വയൽ, മഹാപ്രസ്ഥാനങ്ങൾ, ആചാരങ്ങൾ, കാളകൾ അല്ലേ. അപ്പോൾ ഇതിൽ ആൻസറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്? ആചാരങ്ങളാണ് പറയാൻ പറ്റുക. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കണേ കവിത. ബാക്കിയുള്ളവർ എക്സാം അറ്റൻഡ് ചെയ്യാത്തവർ. കവി ശബ്ദം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? കച്ചം കെട്ടിയ കൂനൻ തൊഴുത്തിനെ, കാളയുടെ കണ്ണീരിനെ, ആചാരങ്ങളെ, കൂനൻ തൊഴുത്തിലെ കാലികളെ. ഏതാണ് വരിക? ആൻസർ സി, ആചാരങ്ങളെ അല്ലേ. അടുത്തത്, വലിയൊരു പിരിയൻ ചുരമായി കവി കണക്കാക്കുന്നത് എന്തിനെയാണ്? വലിയൊരു പിരിയൻ ചൂരമായി കവി കണക്കാക്കുന്നത് എന്തിനെയാണ് എന്നാണ് ചോദിച്ചത് അല്ലേ. ആൻസർ നമുക്ക് എന്ത് പറയാം? എ, സംസ്കാരത്തെയാണ് വരിക. ഓക്കെ. അടുത്തത്, തൊഴുത്തിൽ ഒതുങ്ങാതെയാകുമ്പോൾ കാളകളെ എന്താണ് ചെയ്യുന്നത്? തൊഴുത്തിൽ ഒതുങ്ങാതെയാകുമ്പോൾ കാളകളെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത് അല്ലേ. എന്താ ചെയ്യേണ്ടത്? തൊഴുത്തിൽ ഒതുങ്ങാതെയാകുമ്പോൾ കാളകളെ നമുക്ക് എന്ത് ചെയ്യാം? തൊഴുത്ത് മാറ്റി കെട്ടുക എന്നല്ല, കാള കഴുത്തിൽ കഠാര താഴ്ത്തുക എന്നാണ് പറഞ്ഞത് കേട്ടോ. അത് കവിത വായിച്ചിട്ട് അതിൽ നിന്ന് വേണം നമ്മൾ ആൻസറിലേക്ക് എത്താൻ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 100. അഴൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അഴൽ ഒരുപാട് പാട്ടുകളൊക്കെ കേട്ട വാക്കാണ് അല്ലേ. അഴൽ എന്ന വാക്കിന്റെ അർത്ഥം ഭയം, ദേഷ്യം, ദുഃഖം, കരുത്ത്. ഏതാണ് ഒരു സംശയം വേണ്ട ആൻസർ ഓപ്ഷൻ സി, ദുഃഖമാണ്. ഓക്കെ. അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞ പാട്ടില്ലേ. ഓക്കെ. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏതാണ്? ഇതാണ് തൊട്ടടുത്ത ഒരു സാധനം, ശരിയായ വാക്യം. ഇവിടെ ഒരു ചോദ്യചിഹ്നം ഇടണം. മൺപാത്രം ചിഹ്ന ഭിന്നമായി പോയി, സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം ലഭിച്ചു, ആന ചിഹ്നം വിളിക്കുന്നു. അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞത്? ശരിയായ വാക്യം ഏതാണെന്നാണ് ചോദിച്ചത്. ചിലപ്പോൾ നിങ്ങൾക്ക് സിയും കൂടെ ശരിയായി തോന്നിയേക്കാം. സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം ലഭിച്ചു അല്ലെ, കറക്റ്റാണല്ലോ. പക്ഷെ ഇവിടെ നോക്കുക, ഇത് ചിഹ്നം വീണ്ടും ഉണ്ട്, 2 ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയല്ല, തെറ്റാണ്. അപ്പോൾ എയും ബിയും സിയും തെറ്റാണ്. ആന ചിഹ്നം വിളിക്കുന്നത്, അതിലാണ് ഈ ചിഹ്നം എന്നുള്ളത് ശരിയായ പദമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ. ഇത് ശരിക്കും ഒരു പദശുദ്ധിയായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടിയാണിത്. ഓക്കെ. അവർ ക്ലബ് ചെയ്തിട്ടാണ് തന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡി ആണ്. ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 103ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 103 അല്ലേ പറഞ്ഞ, സോറി. ഓക്കെ, 102ാമത്തെ ചോദ്യം അല്ലേ. 102ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ പിരിച്ചെഴുതിയതിൽ ആഗമസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? നെഗറ്റീവ് ആണ് മീനിങ്. അല്ലാത്തത് ഏത് എന്നാണ്. പോയില്ല, ചെയ്യുന്നയാൾ, മീതെയിരുന്നു, വലയിൽ അല്ലേ. ഏതാണ് വരിക? ആഗമസന്ധിക്ക് ഉദാഹരണം അല്ലാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ. ആൻസർ എ ആണ്, പോയില്ല. അടുത്തത്, ആനന്ദിന്റെ ശവഘോഷയാത്ര എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? ശവഘോഷയാത്ര എന്ന കൃതി നാടകത്തിൽ പെടുന്നു. നാടകം. 104. പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന വിദ്യാഭ്യാസ രീതി ഏതാണ്? പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളൊക്കെ നമ്മൾ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി എന്താ? ഓപ്ഷൻ ആവശ്യമില്ല. എന്താണ്? ഇൻക്ലൂസീവ് അല്ലേ. നോ ഡൗട്ട് ഓപ്ഷൻ ഡി, ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസമാണ് വരിക. ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസം. അടുത്തത്, ഏഷ ഞാൻ കുറ്റം പിഴച്ചുപോയാൽ എൻ്റെ ശേഷക്രിയക്ക് ആരുമില്ലെന്നതായി വരും. ഈ വരികളിലെ കുറ്റം പിഴയ്ക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഏഷ ഞാൻ കുറ്റം പിഴച്ചു പോയാൽ എൻ്റെ ശേഷക്രിയക്ക് ആരും ഇല്ലെന്നതായി വരുന്നു. എൻ്റെ ശേഷക്രിയ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മരണാനന്തര ചടങ്ങുകളല്ലേ. അപ്പോൾ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? മരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഓപ്ഷൻ ഡി, മരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് പറയാൻ പറ്റും. 106. സാക്ഷിയെ കുറിക്കുന്ന വിഭക്തി ഏതാണ്? സാക്ഷിയെ കുറിക്കുന്ന വിഭക്തി ഏതാണെന്നാണ്. സംയോജിക, ആധാരിക, ഉദ്ദേശിക, പ്രതിഗ്രാഹിക. ആൻസർ സംയോജിക. ഓപ്ഷൻ എ. ചുവടെ തന്നിരിക്കുന്നവയിൽ ദൃശ്യസ്ഥലപരമായ ബുദ്ധിവികാസവുമായി ബന്ധപ്പെടുത്തി നൽകാവുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്. ദൃശ്യസ്ഥലപര ബുദ്ധിയാണ് ചാർട്ടുകൾ വായിക്കുക, കൊളാഷ് നിർമ്മിക്കുക, ചിത്രങ്ങൾ തയ്യാറാക്കുക, റേഡിയോ പ്രഭാഷണം. ഓക്കെ. അതിൽ ദൃശ്യസ്ഥലപര ബുദ്ധിയെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദൃശ്യസ്ഥലപര ബുദ്ധിയാണ്. ചാർട്ടുകൾ, കൊളാഷുകൾ, ചിത്രങ്ങൾ തയ്യാറാക്കുക ഒക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ വേണമെങ്കിൽ. ക്ലിയർ. റേഡിയോ പ്രഭാഷണമായിട്ട് പറയാം നമുക്ക്. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നവയിൽ കാല് മുതൽ ശിരസ് വരെ എന്നർത്ഥം വരുന്ന പദം ഏത്? കാല് മുതൽ ശിരസ് വരെ നമുക്ക് പറഞ്ഞാൽ ആപാദ ചൂടം എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുക. അതിൽ നോക്കിയ പദശുദ്ധിയാണ് എല്ലാം അതുപോലെയുള്ളത്. അപ്പോൾ അതിൽ കറക്റ്റ് ശരിയായ പദം ഏതെന്നാണ് നോക്കേണ്ടത് അല്ലേ. പദശുദ്ധിയാണ് ഇത് വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആപാദ ചൂടം. ഇതാണ് കറക്റ്റായിട്ടുള്ള ആപാദ ചൂടം. ക്ലിയർ. അപ്പോൾ പദശുദ്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സന്ധികളും എല്ലാവരും ഇരുന്ന് പഠിച്ചോ, നാളത്തേക്കുള്ളവർ കൃത്യമായിട്ട് ഒന്നുകൂടി റിവൈസ് ചെയ്തു. അടുത്തത്, ലേഖന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പഠിതാക്കളെ സഹായിക്കാനുള്ള പഠന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ലേഖന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പഠിതാക്കളെയാണ് കേട്ടോ സഹായിക്കാനുള്ള പഠന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ അവരെ സഹായിക്കുന്നതിൽ പഠന പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തത്
ഒന്ന് ആശയങ്ങൾ കേട്ടെഴുത്തിലൂടെ നൽകുക, ആശയങ്ങളുടെ ദൃശ്യാവതരണം നടത്തുക, സീറ്റിംഗ് ക്രമീകരണങ്ങൾ നടത്തുക, സഹകരണാത്മക ലേഖനം പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ലേഖന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പഠിതാക്കളെ സഹായിക്കാനുള്ള പഠന പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തതെന്നാണ് ചോദിച്ചത്. ഇത് ഒരു പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും കുറച്ച് ആളുകൾക്കെങ്കിലും. ഇവിടെ നമുക്ക് ഇതെന്തായാലും വരുന്നതാണ് അല്ലേ. അവരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന പഠിതാക്കളെ സഹായിക്കാനുള്ള ഒരു മെത്തേഡാണ് ഈ തന്നത്. സിറ്റിംഗ് ക്രമീകരണം നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ആശയങ്ങളുടെ ദൃശ്യാവതരണം നടത്തുക, അതുപോലെ ആശയങ്ങൾ കേട്ടെഴുത്തിലൂടെ നൽകുക, ഈ രണ്ടെണ്ണം ഒരു ചെറിയൊരു ഇത് തോന്നുന്നുണ്ട്. ആൻസറായിട്ട് ഇവിടെ ഇപ്പം ഞാൻ പറയുന്നത് ആശയങ്ങളുടെ ദൃശ്യാവതരണം നടത്തുക എന്നുള്ളതാണ് അതിന് സഹായിക്കാനുള്ള പഠന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നുള്ള രീതിയിൽ നോക്കാം. നമുക്ക് ആൻസർക്ക് വരട്ടെ. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് ആ ഓപ്ഷൻ അങ്ങനെ ആയതുകൊണ്ട്. താഴെ തന്നിട്ടുള്ളവയിൽ വിവേക ബുദ്ധി ഇല്ലാത്തവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഇത്. വിവേക ബുദ്ധി ഇല്ലാത്തവൻ എന്ന അർത്ഥത്തിൽ അത് കൊമ്പില്ല കാള എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. കൊമ്പില്ല കാള. തളിർമേനി എന്ന പദത്തിന്റെ വിഗ്രഹാർത്ഥം എന്ത്? തളിർമേനിയാണ്. തളിർമേനി ഒരാളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കും. തളിർമേനി എന്ന് ഉദ്ദേശിക്കുന്നത് തളിരായ മേനി എന്നല്ലല്ലോ, തളിര് പോലുള്ള മേനി എന്നല്ലേ നമ്മൾ പറയുക അല്ലെ. തളിര് പോലുള്ള മേനി എന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ് കേട്ടോ. തളിര് കൊണ്ടുള്ള മേനി എന്നല്ല, തളിര് പോലുള്ള മേനി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ഏത്? ആദേശസന്ധിക്ക് ഉദാഹരണം ഏത് എന്നാണ് ചോദിച്ചത്. ആൻസർ നെന്മണിയാണ് കേട്ടോ. നെന്മണി. ഓപ്ഷൻ ബി. ജന്മസിദ്ധമായി തന്നെ ഓരോ കുട്ടിക്കും ഭാഷ മനസ്സിലാക്കാൻ കഴിയുന്ന കാരണം വിശദീകരിക്കാൻ ഭാഷ സ്വീകരണ ഉപകരണം എന്ന സിദ്ധാന്തം ഉപയോഗിച്ചത് ആരാണ്? കഴിയുന്നത് അല്ലെ. ഉപകരണം ഒന്നും ഡൗട്ട് അക്വിസിഷൻ ഡിവൈസ് ആണ്, ചോംസ്കി. 114ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഒരു കവിത ഒരു 2 വരി തന്നിട്ടുണ്ട്. ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മത. ഒരു ചെറിയൊരു ക്ലാരിറ്റിൻ്റെ പ്രശ്നമുണ്ട്. വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാം. ഈ വരികളുടെ സമാന താളമുള്ള വരികൾ കണ്ടെത്തുക എന്നാണ്. ഇത് കുറച്ചൊരു ടാസ്ക് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. മൃഗങ്ങളെ വിശാല ഉരുവങ്ങളെ ദൃഗഞ്ജലേന മഞ്ജു നോക്കുവേണ ശബ്ദങ്ങളെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓപ്ഷൻ എ ആയിട്ടാണ് തോന്നുന്നത്. ഓപ്ഷൻ എ ആയിട്ടാണ്. അടുത്തത് 115. കുളിക്കാതെ ഈറൻ ചുമക്കുക എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്താണ്? കുളിക്കാതെ ഈറൻ ചുമക്കുക എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം. നമ്മൾ കുളിക്കുന്നില്ല പക്ഷെ നനഞ്ഞ തുണികൾ ചുമന്നു പോകുന്നു എന്താണ്? നമ്മൾ ചെയ്യുന്നില്ല, ചെയ്യാത്ത കാര്യം അല്ലേ. ആൻസർ കുറ്റം ചെയ്യാതെ ആരോപണ വിധേയനാവുക എന്നുള്ളതാണ് വരിക. ഓക്കെ. കാൾ റോജേഴ്സിന്റെ അഭിപ്രായത്തിൽ മികച്ച പഠന സാഹചര്യ സൃഷ്ടിക്ക് ഉപയുക്തമായ 3 ഘടകങ്ങൾ വരുന്ന ശരിയായ ഗണം ഏത്? പ്രതിപക്ഷ ബഹുമാനം, താതാത്മ്യം, ആധികാരികത. നിയമത്തിൽ നിന്നും ഉദാഹരണങ്ങളിലേക്ക് പോകുന്ന പഠന രീതി എന്ത്? നിയമത്തിൽ നിന്നും ഉദാഹരണങ്ങളിലേക്ക്. ഓക്കെ. അത് പൊതുവായ നമ്മൾ ജനറൽ ആയിട്ടുള്ളൊരു കാര്യത്തെ സ്പെസിഫിക്കിലേക്ക് പോകുന്നതാണ്. ക്ലിയർ. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഡിഡക്റ്റീവ് നിഗമന രീതിയാണ് വരിക. നിഗമന രീതിയാണ് ആൻസറായിട്ട് വരിക. നിഗമന രീതി. ക്ലിയർ. അടുത്തത് 118. ചുവടെ തന്നിരിക്കുന്നതിൽ 100 വർഷം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏത്? 100 വർഷം ശതാബ്ദിയിൽ നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ ഇതെല്ലാം അതുപോലെ ഉണ്ടാവുക. ഓപ്ഷൻ സി ആണ് ശതാബ്ദി. ഓക്കെ. ശതാബ്ദി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള പദം. പദശുദ്ധിയാണ്. ശരിയായ വാക്യം ഏതാണ്? താങ്കളുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണ്? വായിക്കുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നുന്നു. ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഈ ഉദ്ദേശം 2 ഉണ്ട് കേട്ടോ. ഒന്ന് ഉദ്ദേശം, മറ്റേത് ഉദ്ദേശ്യം ഉണ്ട്. അതൊന്ന് ഉദ്ദേശം എന്ന് വെച്ചാൽ ഏകദേശം എന്നുള്ള അർത്ഥം. ഉദ്ദേശം അത്ര വരും നമ്മൾ പറയാറില്ലേ. മറ്റേത് ഉദ്ദേശം എന്ന് വെച്ചാൽ ലക്ഷ്യമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇവിടെ അർത്ഥമാക്കുന്നത് ലക്ഷ്യം. അപ്പോൾ നിങ്ങളുടെ വരവിൻ്റെ ലക്ഷ്യം എന്താണ്? ആ രീതിയിലാണ് ഈ വാക്ക് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഏതാ കൃത്യമായിട്ടുള്ള വാക്കെന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ്. താങ്കളുടെ വരവിൻ്റെ ഉദ്ദേശ്യം. ഇതാണ് ശരിക്കുള്ള ഉദ്ദേശം. ഓക്കെ. ഉദ്ദേശ്യം. അവസാന ചോദ്യം. നിർവിഘ്നം തുടരുക നിങ്ങൾ തന്നെ പരിശ്രമം. ഇവിടെ നിർവിഘ്നം എന്ന പദം ഏത് സമാസത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ ബി അവ്യയീഭാവൻ. ഓക്കെ. അപ്പോൾ നിങ്ങളും നിർവിഘ്നം തുടരുക നിങ്ങൾ തന്നെ പരിശ്രമം അടുത്ത പരീക്ഷകൾക്ക് വേണ്ടിയിട്ട്. ക്ലിയർ. ഇത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്നിരുന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഇതിൽ എന്ത് ആൻസർ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ തോന്നിയാലും നിങ്ങൾ ആരും ഒന്നും പഠിക്കണ്ട. ഓക്കെ. നമുക്ക് പ്രൊഫഷണൽ ആൻസർ കീ വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ഏറ്റവും പരീക്ഷാവിൻ്റെ ആൻസർ കീ അല്ലാതെ മറ്റു ഒരാൾ പറഞ്ഞ ആൻസർ കീ ഇപ്പം നിലവിൽ നിങ്ങൾ നോക്കേണ്ടത് ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോട്ടെ എന്ന രീതിയിൽ മാത്രം ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പ്രൊഫഷണൽ കീ ഒക്കെ വരും, 1-2 ആഴ്ചക്കുള്ളിൽ വരും. അതനുസരിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ നമുക്ക് ചെയ്യാം. ഓക്കെ. എങ്ങനെ പറഞ്ഞാലും മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ക്ലിയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷനിൽ കാണാം. ഓക്കെ. താങ്ക് യു.